എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെജി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷണൽ കാൽക്കുലസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ റിലേഷണൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതൊരു പ്രൊസീജിയറൽ ലാംഗ്വേജിന്റെ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തരുന്നത്. അതായത് ഒരു ക്വറി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതിലെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണെന്ന് വിശദമായിട്ട് പ്രതിപാദിക്കുന്ന രീതിയിലാണ് അതിലെ ഇൻപുട്ടുകളും അതിലെ ഓപ്പറേറ്റേഴ്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന രീതിയിലുള്ള ക്വറീസ് നമുക്ക് എന്താണ് റിട്രീവ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ അത് എങ്ങനെ റിട്രീവ് ചെയ്യണം എന്നുള്ള വിശദ വിവരങ്ങൾ ഈ പറയുന്ന ക്വറികളിൽ കാണില്ല. അതിന്റെ അർത്ഥം ഇതൊരു നോൺ പ്രൊസീജിയറൽ ക്വറി ആയിരിക്കും. ഇൻ ദ ഫസ്റ്റ് ഓർഡർ ലോജിക് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു ട്രൂത്ത് വാല്യൂഡ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിനനുസരിച്ചിട്ട് ആ ഫംഗ്ഷന്റെ റിസൾട്ടുകളിൽ വ്യത്യാസം വരും. നമ്മൾ കൊടുക്കുന്ന ചില ആർഗ്യുമെന്റ്സിന് അത് ചില ട്രൂ വാല്യൂ തരികയും മറ്റു ചില ആർഗ്യുമെന്റ്സിന് അത് ഫോൾസ് വാല്യൂ തരികയും ചെയ്യും. ഇത്തരത്തിൽ ഫോം ചെയ്തു വരുന്ന ഒരു എക്സ്പ്രഷനെ നമ്മളൊരു പ്രൊപ്പോസിഷൻ എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ചില കേസിൽ പ്രൊപ്പോസിഷന്റെ വാല്യൂ ട്രൂ ആകും, ചില കേസിൽ പ്രൊപ്പോസിഷന്റെ വാല്യൂ ഫോൾസ് ആകും. പ്രൊപ്പോസിഷന്റെ വാല്യൂ ട്രൂ ആകുന്ന കേസിൽ നമുക്ക് റിസൾട്ട് ഈൽഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പ്രൊപ്പോസിഷന്റെ ഫോൾസ് വാല്യൂയിലുള്ള ആ ടപ്പിളുകൾ അഥവാ ഡൊമൈനുകൾ നമുക്ക് റിസൾട്ടിൽ ലഭ്യമാകുകയില്ല. അപ്പൊ അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പ്രെഡിക്കേറ്റിലെ ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ സ്റ്റാഫ് എന്ന് പറയുന്ന റിലേഷനിലെ ഒരു മെമ്പറാണ് എക്സ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ എക്സിൽ നമുക്ക് പലതരത്തിലുള്ള റേഞ്ച് നമുക്ക് സങ്കല്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചില വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ റേഞ്ചസ് ഓഫ് എക്സ് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുകയും ആ പ്രൊപ്പോസിഷന്റെ ചില വാല്യൂസ് ട്രൂ ആകുകയും മറ്റു ചില വാല്യൂസ് ഫോൾസ് ആകുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഒരു ഡാറ്റാബേസിലേക്ക് ഈ പറയുന്ന റിലേഷണൽ കാൽക്കുലസ് സ്റ്റേറ്റ്മെന്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും ഇതിന് രണ്ട് തരത്തിലുള്ള ഫോർമാറ്റുകളുണ്ട്. അത് ടപ്പിളിനെ റിലേറ്റ് ചെയ്തും ഡൊമൈനെ റിലേറ്റ് ചെയ്തുമായിരിക്കും. അതിൽ ഒന്നാമത്തേത് നമ്മൾ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് അഥവാ TRC എന്നും രണ്ടാമത്തെ വിഭാഗത്തെ നമ്മൾ ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് അല്ലെങ്കിൽ DRC എന്നുമായിരിക്കും പറയുന്നത്. അതിലെ ഓരോ വിഭാഗങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ വിശദീകരിക്കാം. ആദ്യമായിട്ട് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് അഥവാ TRC എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ ഒരു സെറ്റ് ഓഫ് ടപ്പിൾസ് ആയിരിക്കും. പ്രെഡിക്കേറ്റ് ട്രൂ ആയിരിക്കുമ്പോൾ ഓരോ സെറ്റ് ഓഫ് ടപ്പിൾസ് ആയിരിക്കും നമുക്ക് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടുകളായിട്ട് ലഭ്യമാകുന്നത്. അപ്പോ ഈ ടപ്പിൾ വേരിയബിൾ എന്ന് പറയുന്നത് അത് ഒരു നെയിംഡ് റിലേഷനിലെ ഒരു റേഞ്ചിൽ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വേരിയബിളിനെ ഓൺലി പെർമിറ്റഡ് വാല്യൂസ് മാത്രമായിരിക്കും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, സ്പെസിഫൈ ദ റേഞ്ച് ഓഫ് എ ടപ്പിൾ വേരിയബിൾ എസ് എന്ന് പറയുന്നത് സ്റ്റാഫ് എന്ന് പറയുന്ന റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നത് ഈ രീതിയിലായിരിക്കും, സ്റ്റാഫ് ഓഫ് എസ് എന്നുള്ള രീതിയിലായിരിക്കും അതിനെ നമ്മൾ ഒരു റിലേഷണൽ കാൽക്കുലസ് എക്സാമ്പിൾ ആയിട്ടുള്ള ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ എഴുതി കാണിക്കുന്നത്. ഇനി ടു ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ ടപ്പിൾസ് എസ് സച്ച് ദാറ്റ് P of S is true എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിന്റെ ഫോർമാറ്റിൽ എഴുതി കാണിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ആദ്യം ഒരു ഓപ്പണിംഗ് ബ്രേസ് പറയുന്നു, പിന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള കറസ്പോണ്ടിങ് ടപ്പിൾ വേരിയബിൾ പറയാണ്. ഇവിടെ എസ് എന്നുള്ള ടപ്പിൾ വേരിയബിൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ദെൻ P of S, ഇവിടെ P എന്ന് പറയുന്ന റിലേഷനിൽ നിന്നായിരിക്കും ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടപ്പിൾ വേരിയബിൾ എസ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നൊട്ടേഷൻ റിലേഷണൽ കാൽക്കുലസിലുള്ള ഒരു നൊട്ടേഷനാണ് നിങ്ങൾക്ക് ഇവിടെ ദൃശ്യമാകുന്നത്. ഇതിന്റെ ചില എക്സാമ്പിൾസ് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ഉപയോഗിച്ചിട്ടുള്ള ചില എക്സാമ്പിൾസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്
നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളൊരു സ്റ്റാഫ് റിലേഷൻ സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ പല കേസുകളിലും റെപ്രസെന്റ് ചെയ്ത സ്റ്റാഫിന്റെ ഒരു റിലേഷൻ കാണുക. അപ്പൊ അതിലൊരു സ്റ്റാഫിന് ഒരു ഐ ഡി കാണും, ഒരു സ്റ്റാഫിന് ഫസ്റ്റ് നെയിം ഉണ്ടായിരുന്നു, ലാസ്റ്റ് നെയിം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാലറി അവരുടെ ഒരു ആട്രിബ്യൂട്ട് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നിരവധി ആട്രിബ്യൂട്ടുകളുള്ള ഒരു റിലേഷൻ, സ്റ്റാഫ് റിലേഷൻ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളത് ടു ഫൈൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ സ്റ്റാഫ് ഏണിംഗ് മോർ ദാൻ 10,000. 10,000 കൂടുതൽ രൂപ ഏൺ ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിലുള്ള ഒരു ക്വറി ഈ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ആ ടപ്പിൾ വേരിയബിൾ പറയാണ് എസ് is such that സ്റ്റാഫ് ഓഫ് എസ്, അതായത് എസ് എന്ന് പറയുന്നത് സ്റ്റാഫ് എന്ന് പറയുന്ന റിലേഷനിലെ മെമ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ ആൻഡ് എസ് ഡോട്ട് സാലറി, ഇവിടെ നമ്മൾ ഈ ഒരു ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടിന്റെ പേര് കൂടി പറയുകയാണ്. അതായത് എസ് ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ 10,000. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ടപ്പിൾസുകൾ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് ലഭ്യമാകും. ഇനി അതേപോലെ തന്നെ ടു ഫൈൻഡ് എ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് സച്ച് ആസ് സാലറി, നമുക്ക് ഇവിടെ മുകളിൽ വിവരിച്ച എക്സാമ്പിളിൽ ടപ്പിൾസ് ആയിരിക്കും ലഭ്യമാകുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് മാത്രം മതിയെങ്കിൽ ആ ക്വറിയിൽ നമ്മൾ പറയുന്നത് ആ ആട്രിബ്യൂട്ടിന്റെ പേരായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, എസ് ഡോട്ട് സാലറി സച്ച് ദാറ്റ് സ്റ്റാഫ് ഓഫ് എസ് ആൻഡ് എസ് ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ 10,000. അപ്പോ നിങ്ങൾക്ക് ടപ്പിളുകൾ മൊത്തത്തിൽ റിട്രീവ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ തരത്തിലുള്ള ആട്രിബ്യൂട്ടുകൾ മാത്രമായിട്ട് ഈ പറയുന്ന ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ക്വറികൾ ഉപയോഗിച്ചിട്ട് റിട്രീവ് ചെയ്യാനായിട്ടോ സാധ്യമാകും. ഇനി ഈ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് സ്റ്റേറ്റ്മെന്റുകളുടെ കൂടെ അഥവാ എക്സ്പ്രഷൻസിന്റെ കൂടെ നമുക്ക് രണ്ട് ക്വാണ്ടിഫയേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ട് ക്വാണ്ടിഫയേഴ്സ്. അപ്പോ പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ക്വാണ്ടിഫയേഴ്സ് ആണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. ദർ എക്സിസ്റ്റ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിഫയർ ആണ് എക്സ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. അതിന്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു മിറർ ക്യാപിറ്റൽ ഇ പോലുള്ള ഒരു സിമ്പിൾ ആയിരിക്കും. പിന്നെ രണ്ടാമത് നമുക്ക് ഈ പറയുന്ന ക്വറികളിൽ കൊടുക്കുവാൻ പറ്റുന്നത് ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആയിരിക്കും. ഫോർ ഓൾ എന്ന രീതിയിലുള്ള ഒരു ക്വാണ്ടിഫയർ ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ എ സിമ്പിൾ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് ക്വാണ്ടിഫയേഴ്സ് നമുക്ക് സാധാരണ റിലേഷണൽ കാൽക്കുലസ് എക്സ്പ്രഷൻസിന്റെ കൂടെ നമുക്ക് കൊടുക്കുവാനായിട്ട് പറ്റും. സാധാരണ ഉള്ള വേരിയബിൾസ് നമ്മൾ ഫ്രീ വേരിയബിൾസ് എന്നായിരിക്കും അറിയപ്പെടുന്നത്. എന്നാൽ ഈ പറയുന്ന വേരിയബിൾസ് ചേർത്ത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള, അതായത് എക്സ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ പറയുന്നത് ബൗണ്ട് വേരിയബിൾസ് എന്നായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഏത് രീതികളിൽ വേണമെങ്കിലും നമുക്ക് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ക്വറികൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ക്വാണ്ടിഫയേഴ്സ് എങ്ങനെ നമുക്ക് ഫോർമുലകൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ വിവരിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ നോക്കുക. അതിന്റെ അർത്ഥം അതിനെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അത്തരത്തിലുള്ള ടപ്പിളുകളുടെ എക്സിസ്റ്റൻസ് അവിടെ കാണാം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു ക്വറിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്റ്റാഫ് ഓഫ് എസ് ആൻഡ് ബ്രാഞ്ച് ഓഫ് ബിയിൽ നിന്ന് നമ്മൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിഫയർ ഉപയോഗിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നോക്കുക. ബി ഡോട്ട് ബ്രാഞ്ച് നമ്പർ ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് ബ്രാഞ്ച് നമ്പർ ആൻഡ് ബി ഡോട്ട് സിറ്റി ഇസ് ഈക്വൽ ടു ആലപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം there exists a branch tuple with the same branch number as the branch number of the current staff tuple S and is located in Alappi. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റെക്കോർഡെങ്കിലും അല്ലെങ്കിൽ ഒരു ടപ്പിളെങ്കിലും നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയായിരിക്കും ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുലകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഓഫ് ബി, then within bracket b dot city not equal to alp എന്നുള്ളതാണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ മീനിങ് ഏത് രീതിയിലായിരിക്കും അതിന്റെ മീനിങ് എന്ന് നിങ്ങൾ നോക്കുക. മീൻസ് ദാറ്റ് ഫോർ ഓൾ ബ്രാഞ്ച് ടപ്പിൾസ് ദ അഡ്രസ് ഈസ് നോട്ട് ഇൻ ആലപ്പി. അതായത് ഒരു ബ്രാഞ്ചിലെ അഡ്രസ് ആലപ്പിയിൽ വരുന്നില്ല, അതായത് ഒരു ബ്രാഞ്ചിന്റെ അഡ്രസ് ആലപ്പിയിൽ വരുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിഫയറിനെ നമ്മൾ ഈ റിലേഷണൽ കാൽക്കുലസിന്റെ ഫോർമുലയിൽ ഉപയോഗിക്കുന്നത്. ഇതിന് പകരമായിട്ട്, ഇതിന് സമാനമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻസ് കൂടെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. ക്യാൻ ഓൾസോ യൂസ്. ഇവിടെ ഒരു നെഗേഷൻ ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ്. നെഗേഷൻ ഓപ്പറേഷൻ നേരത്തെയുള്ള ക്വാണ്ടിഫയറിന്റെ കൂടെ കൊടുത്ത് ബി ഡോട്ട് സിറ്റി ഇസ് ഈക്വൽ ടു ആലപ്പി എന്ന് പറയുന്നത്, ഇത് രണ്ടും സെയിം റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വാണ്ടിഫയർ വേണമെങ്കിൽ നിങ്ങളുടെ ഫോർമുലകളിൽ രണ്ട് രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് സെയിം റിസൾട്ടിലേക്ക് എത്തുവാനായിട്ട് സാധ്യമാകും. ഇനി ഈ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ നമ്മൾ എഴുതുന്ന ഫോർമുലകൾ അത് വളരെ വ്യക്തമായിട്ടുള്ള ഫോർമുലകളായിരിക്കണം. അതുപോലെ തന്നെ അതിന് സെൻസ് ഉണ്ടാകണം. ഈ ഫോർമുല സാധാരണ ആറ്റംസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഫോം ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആർ ഓഫ് എസ് ഓഫ് ഐ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കറസ്പോണ്ടിങ് ഫോർമുല കൺസിഡർ ചെയ്യുക. അവിടെ എസ് ഓഫ് ഐ എന്ന് പറയുന്നത് ഒരു ടപ്പിൾ വേരിയബിൾ ആണ്. അതേപോലെ ആർ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. ഇനി ഈ ടപ്പിൾ വേരിയബിളിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ ഒരു ഡോട്ട് സിംബൽ ഉപയോഗിച്ചിട്ട് യോജിപ്പിച്ചും അത്തരത്തിലുള്ള ഫോർമുലകളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ സാധാരണ ഉള്ള രീതിയിൽ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റം ആയിരിക്കും. ഇനി ആറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻ കോമ്പിനേഷനിൽ ഉപയോഗിക്കുകയോ അതിനെ റിക്കർസീവ് ആയിട്ട് ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് ഫോർമുലകളെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് രണ്ട് ഫോർമുല നിങ്ങൾ കൺസിഡർ ചെയ്യുക. F1 F2 എന്ന് പറയുന്ന രണ്ട് ഫോർമുലകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. F1 ആൻഡ് F2 എന്ന് പറയാം. അതല്ലെങ്കിൽ F1 ഓർ F2 എന്ന് പറയാം. അതല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗേഷൻ സിംബലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ രണ്ട് രീതിയിലുള്ള ക്വാണ്ടിഫയറും ഈ പറയുന്ന ഫോർമുലകളിൽ ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഫോർമുലകൾ നമുക്ക് ഫോം ചെയ്യിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇനി റിലേഷണൽ കാൽക്കുലസിന്റെ മറ്റു ചില എക്സാമ്പിൾസ് കൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ലിസ്റ്റ് ദ നെയിംസ് ഓഫ് ഓൾ മാനേജേഴ്സ് ഹു ഏൺ മോർ ദാൻ 25,000. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ഫോർമുലകൾ കമ്പൈൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ട് ആട്രിബ്യൂട്ടുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാണ്. എസ് ഡോട്ട് എഫ് നെയിം ആൻഡ് എസ് ഡോട്ട് എൽ നെയിം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എക്സ്ട്രാക്ട് ചെയ്യുന്നു സ്റ്റാഫ് ഓഫ് എസിൽ നിന്ന്. ആൻഡ് എസ് ഡോട്ട് പൊസിഷൻ ഈസ് ഈക്വൽ ടു മാനേജർ, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടപ്പിളിന്റെ പൊസിഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ മാനേജർ ആയിരിക്കണം കണ്ടന്റ്. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ പറയാണ്, വേറൊരു ഫോർമുല പറയാണ് എസ് ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ 25,000 എന്ന് പറയാണ്. അപ്പോ ഇത് രണ്ടും കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ആൻഡ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് ആ രണ്ട് ഫോർമുലകളും കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടാണ് റിസൾട്ടിങ് ഫോർമുല ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മാനേജറായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ സാലറി 25,000 മുകളിലുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ആയിരിക്കും ഇതിന് പ്രകാരം നമുക്ക് ലഭ്യമാകുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലിസ്റ്റ് ദ സ്റ്റാഫ് ഹു മാനേജ് പ്രോപ്പർട്ടീസ് ഫോർ റെന്റ് ഇൻ ആലപ്പി. ഇവിടെ രണ്ട് റിലേഷൻ നമ്മൾ യൂസ് ചെയ്യാണ്. ഒരു സ്റ്റാഫ് റിലേഷൻ യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഫോർ റെന്റ് എന്ന് പറയുന്ന മറ്റൊരു റിലേഷനും നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോ എസ് ഇസ് സച്ച് ദാറ്റ് സ്റ്റാഫ് ഓഫ് എസ് ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ പി. പിയിൽ അങ്ങനെയുള്ള ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടപ്പിളെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ പിയെ ക്വാളിഫൈ ചെയ്ത് നോക്കാം, പ്രോപ്പർട്ടി ഫോർ റെന്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ആയിരിക്കും. ആൻഡ് പി ഡോട്ട് സ്റ്റാഫ് നമ്പർ ഈസ് ഈക്വൽ ടു എസ് ഡോട്ട് സ്റ്റാഫ് നമ്പർ. ഒന്നാമത്തെ റിലേഷന്റെ അല്ലെങ്കിൽ പി എന്ന് പറയുന്നതുമായിട്ട് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റിലേഷന്റെ സ്റ്റാഫ് നമ്പർ ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് സ്റ്റാഫ് നമ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ പി ഡോട്ട് സിറ്റി ഇസ് ഈക്വൽ ടു ആലപ്പി ആയിരിക്കണം. അപ്പോൾ ആലപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് റെന്റ് മാനേജ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ലിസ്റ്റ് ആയിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്.
അതിന്റെ മറ്റു ചില എക്സാമ്പിൾസ് കൂടെ ഇവിടെ കാണിക്കുകയാണ്. ലിസ്റ്റ് ദ നെയിംസ് ഓഫ് സ്റ്റാഫ് ഹു കറന്റ്ലി ഡു നോട്ട് മാനേജ് എനി പ്രോപ്പർട്ടീസ്. ഒരു പ്രോപ്പർട്ടിയും മാനേജ് ചെയ്യാത്ത ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുക. ഇവിടെയും നമ്മൾ രണ്ട് തരത്തിലുള്ള റിലേഷൻസ് യൂസ് ചെയ്യുന്നു. എസ് ഡോട്ട് എഫ് നെയിം, അതേപോലെ തന്നെ എസ് ഡോട്ട് ലാസ്റ്റ് നെയിം സച്ച് ദാറ്റ് സ്റ്റാഫ് ഓഫ് എസ്. ആൻഡ് ഇവിടെ ഒരു നെഗേഷൻ സിമ്പൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ക്വാണ്ടിഫയറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടി ഫോർ റെന്റ് എന്ന് പറയുന്നത് ആയിരിക്കണം. അതേപോലെ തന്നെ എസ് ഡോട്ട് സ്റ്റാഫ് നമ്പർ ഈസ് ഈക്വൽ ടു പി ഡോട്ട് സ്റ്റാഫ് നമ്പർ എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേൽ വിവരിച്ച ആ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യന് സമാനമായിട്ടുള്ള ആൻസർ ആയിരിക്കും ലഭ്യമാക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഈ പറയുന്ന അതേ സെയിം കോറി തന്നെ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാലും സെയിം റിസൾട്ട് തന്നെയായിരിക്കും ലഭ്യമാക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഈ രണ്ട് ക്വാണ്ടിഫയറും വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ രണ്ട് രീതിയിലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുക, എസ് ഡോട്ട് ഫസ്റ്റ് നെയിം എസ് ഡോട്ട് എൽ നെയിം സച്ച് ദാറ്റ് സ്റ്റാഫ് ഓഫ് എസ്, പിന്നെ ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിനോട് കൂടി പി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് വേരിയബിൾ പറയാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോപ്പർട്ടി ഫോർ റെന്റ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ ആയിരിക്കും. അതിനോട് കൂടി ഒരു ആൻഡ് സിമ്പൽ കൂടെ പറഞ്ഞിട്ട് വീണ്ടും ഒരു നെഗേഷൻ കൂടി നമ്മൾ പറയാണ് എസ് ഡോട്ട് സ്റ്റാഫ് നമ്പർ ഈസ് ഈക്വൽ ടു പി ഡോട്ട് സ്റ്റാഫ് നമ്പർ. അപ്പൊ ഈ രണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ രണ്ട് കൊറികളും നമുക്ക് ഒരു സെയിം രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ രണ്ട് ക്വാണ്ടിഫയർ നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിച്ച് സെയിം റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും ഈ ഒരു കൊറി. ഇനി അതേപോലെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിസ്റ്റ് ദ നെയിംസ് ഓഫ് ക്ലയന്റ്സ് ഹു ഹാവ് വ്യൂഡ് എ പ്രോപ്പർട്ടി ഫോർ റെന്റ് ഇൻ ആലപ്പി എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു കറസ്പോണ്ടിങ് കൊറിയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടപ്പിൾ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആയിരിക്കും. അപ്പോൾ സിയുടെ ഫസ്റ്റ് നെയിം നമ്മൾ പ്രിന്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സിയുടെ ലാസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യുന്നു. പിന്നെ ക്ലയന്റ് ഓഫ് സി, ക്ലയന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു റിലേഷൻ ആണ്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വിയിലും ബിയിലുമുള്ള കറസ്പോണ്ടിങ് ക്വാണ്ടിഫയർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വ്യൂവിംഗ് എന്ന് പറയുന്ന ആ കറസ്പോണ്ടിങ് റിലേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഫോർ റെന്റ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് റിലേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് നമ്മൾ പറയാ സി ഡോട്ട് ക്ലയന്റ് നമ്പർ ഇസ് ഈക്വൽ ടു വി ഡോട്ട് client number and v dot property number is equal to p dot property number and p dot city is equal to Alapi എന്നുള്ളതായിരിക്കും കൊറിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനി എക്സ്പ്രഷൻസ് ക്യാൻ ജനറേറ്റ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. നെഗേഷൻ ഓഫ് സ്റ്റാഫ് ഓഫ് എസ്, സ്റ്റാഫ് ഓഫ് എസ് ഇല്ലാത്ത രീതിയിലുള്ള ആ കറസ്പോണ്ടിങ് ടപ്പിളുകൾ റിലേറ്റ് ചെയ്യുക എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു ഇൻഫിനിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ടിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന രണ്ടാമത്തെ രീതിയിലുള്ള റിലേഷണൽ കാൽക്കുലസ് സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. അപ്പൊ ഇവിടെ യൂസ് വേരിയബിൾസ് ദാറ്റ് ടേക്ക് വാല്യൂസ് ഫ്രം ഡൊമൈൻസ്, ഡൊമൈൻസിൽ നിന്നുള്ള വാല്യൂസ് ആയിരിക്കും ഇവിടെ നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ ടപ്പിൾസിൽ നിന്നുള്ള വാല്യൂ ആയിരുന്നു പറയുന്നത്, രണ്ടാമത്തെ കേസിൽ നമ്മൾ ഡൊമൈൻസിൽ നിന്നുള്ള വാല്യൂ ആയിരിക്കും പറയുന്നത്. ഇഫ് എഫ് ഓഫ് d1 d2 d3 എക്സെട്ര അപ് ടു dn എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ എ ഫോർമുല കമ്പോസ്ഡ് ഓഫ് ആറ്റംസ്. d1 d2 d എക്സെട്ര അപ് ടു dn എന്ന് പറയുന്ന ആറ്റംസ് ഉപയോഗിച്ചിട്ട് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോർമുലയാണ്. ഇനി അത് റെപ്രസെന്റ് ചെയ്യുന്ന ഡൊമൈൻ വേരിയബിൾസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു ജനറൽ ഫോം ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ നോക്കാം, നേരത്തെ കൊടുത്തിരിക്കുന്ന ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൊമൈന്റെ ലിസ്റ്റ് ആയിരിക്കും പറയുന്നത്. ഓപ്പണിംഗ് ബ്രേസിനുള്ളിൽ d1, d2, എക്സെട്ര അപ് ടു dn. ദെൻ സച്ച് ദാറ്റ് പിന്നെ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോർമുല, നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഫോർമുലയാണ് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫൈൻഡ് ദ നെയിംസ് ഓഫ് ഓൾ മാനേജേഴ്സ് ഹു ഏൺ മോർ ദാൻ 25,000. 25,000-നേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്ന എല്ലാ മാനേജറുകളെയും നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറയാണ്. ഇവിടെ നോക്കുക,
ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ ഡൊമൈൻ്റെ പേരുകളാണ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള കേസിൽ നമ്മൾ ടപ്പിൾ വേരിയബിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ടപ്പിൾ വേരിയബിൾസ് ഇൻ കോമ്പിനേഷൻ വിത്ത് ആട്രിബ്യൂട്ട് നെയിം പറയുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് ആയതുകൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്ന ആ റേഞ്ച് നോക്കുക, അത് ഡൊമൈൻ്റെ റേഞ്ച് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നെയിം കോമ ദെൻ ലാസ്റ്റ് നെയിം, ദെൻ ഇവിടെ ആ ക്വാണ്ടിഫയറിന്റെ കൂടെ പറയുകയാണ്, അതിന്റെ കൂടെ പൊസിഷൻ നമ്മൾ പറയുകയാണ്, സെക്സ് എന്നുള്ളത് പറയുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നു, സാലറി പറയുന്നു, ബ്രാഞ്ച് നമ്പർ പറയുന്നു. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് അത് സെലക്ട് ചെയ്യുന്ന റിലേഷൻ പറയാണ്, സ്റ്റാഫിലുള്ള സ്റ്റാഫ് നമ്പർ, ഫസ്റ്റ് നെയിം, ദെൻ ലാസ്റ്റ് നെയിം, പൊസിഷൻ, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, സാലറി, ദെൻ ബ്രാഞ്ച് നമ്പർ പറയാണ്. പിന്നെ അവിടെ ഒരു കണ്ടീഷൻ കൂടെ ഇതിന്റെ കൂടെ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതിന്റെ പൊസിഷൻ മാനേജർ ആയിരിക്കണം, അതേപോലെ തന്നെ സാലറി 25,000 കൂടുതലായിരിക്കണം. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട് ഒരു ഡൊമൈനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഇത്തരത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലിസ്റ്റ് ദ സ്റ്റാഫ് ഹു മാനേജ് പ്രോപ്പർട്ടീസ് ഫോർ റെന്റ് ഇൻ ഗ്ലാസ്ഗോ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള പ്രോപ്പർട്ടീസ് ഫോർ റെന്റ് മാനേജ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ ലിസ്റ്റ് കിട്ടുക. ഇവിടെ നമ്മൾ സ്റ്റാഫ് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന ഡൊമൈനിന്ന് ഫസ്റ്റ് നെയിം, ദെൻ ലാസ്റ്റ് നെയിം, പൊസിഷൻ, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, സാലറി, ദെൻ ബ്രാഞ്ച് നെയിം, പിന്നെ ക്വാണ്ടിഫയർ പറയാണ്, ക്വാണ്ടിഫയർ, ദെൻ N1 സിറ്റി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ക്വാണ്ടിറ്റീസ് പറയാണ്. പിന്നെ സ്റ്റാഫിന്റെ റിലേഷനിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈൻസിന്റെ പേര് പറയാണ്. പിന്നെ പ്രോപ്പർട്ടീസ് ഫോർ റെന്റ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് റിലേഷനിലുള്ള ഡൊമൈൻസിന്റെ പേര് പറയാണ്. പിന്നെ കൊടുത്തിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷൻ നോക്കുക, കറസ്പോണ്ടിങ് സിറ്റിയുടെ കറസ്പോണ്ടിങ് വാല്യൂ, അതിനോടൊപ്പം തന്നെ അതിന്റെ സ്റ്റാഫ് നമ്പർ രണ്ടും ഈക്വൽ ആയിട്ട് വരികയും ചെയ്യുന്ന രീതിയിലായിരിക്കും അതിവിടെ നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാക്കുന്നത്. സേഫ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മേൽ വിവരിച്ച എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസുമായിട്ട് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഫോം ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇനി അത് നമ്മൾ റിലേഷണൽ ആൾജിബ്രയ്ക്ക് സമാനമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിലേക്ക് നമുക്ക് ഫോം ചെയ്യിക്കുവാനായിട്ട് സാധിക്കും. അതായത് റിലേഷണൽ ആൾജിബ്രയിൽ ഉപയോഗിക്കുന്ന ക്വറികൾക്ക് സമാനമായിട്ടുള്ള റിലേഷണൽ കാൽക്കുലസ് എക്സ്പ്രഷൻസ് നമുക്ക് ഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ എക്സ്പ്രഷൻസിനെ മാറി നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സമയം റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള എൻ്റെ വിശദീകരണം ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ ചാനലുകളുടെ ലിങ്കുകൾ എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.